സാർ, ഈ സ്റ്റുഡിയോ ബഹിഷ്കരണമായി സുഡാപ്പികൾ എത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇവർ ടാറ്റയുടെ വിമാനം ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് പല ടാറ്റ ഉൽപ്പന്നങ്ങൾ, കാറുകൾ ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റുഡിയോ, സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ വസ്ത്രമെടുക്കാനുള്ള സ്റ്റുഡിയോ ബഹിഷ്കരിക്കുകയാണ്. അതിനെ എങ്ങനെ കാണാം? മഹാവൃത്തികേട്, അല്ലാതെ എന്താ പറയേണ്ടത്? ടാറ്റ ഇന്ത്യയുടെ വ്യവസായ സാമ്രാജ്യം, ഇന്ത്യൻ വ്യവസായ സാമ്രാജ്യം വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. ഈ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പാടില്ല. കാരണം ഇൻകം ജനറേറ്റേഴ്സ് ഉണ്ട്, എന്നുവെച്ചാൽ വരുമാനം വർദ്ധിപ്പിക്കുന്നവരുണ്ട്. അവരുടെ സംഭാവന ഇല്ലാതെ ഒരു രാജ്യത്തിനും പുരോഗമിക്കാൻ സാധ്യമല്ല. അപ്പോൾ രാഷ്ട്രനായകന്മാരായിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വരുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇവിടെ അവർ നിൽക്കുമ്പോഴും അതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നൊരു വിഭാഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവരാണ്. ഇവരാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം. അവരാണ് പണം ഉണ്ടാക്കുന്നത്. ഇനി ഒരു ഇന്ത്യൻ സംസ്കാരത്തിൽ രാജാവിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്തത്തിൽപ്പെട്ടൊരു കാര്യമാണ് വൈശ്യര്, അതായത് ഇൻകം ജനറേറ്റേഴ്സിന് പ്രവർത്തിക്കാൻ ആവശ്യമായ അന്തരീക്ഷം ഒരുക്കി കൊടുത്തുകൊണ്ട് അവർ മാക്സിമം ധനധാന്യ സമൃദ്ധി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ 1/6 നികുതി സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തെ സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യതയാണ് രാജാവിന്. അത് രാജാവ് കച്ചവടക്കാരനാകാൻ പാടില്ല നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക രംഗം, വിശേഷിച്ചും ടാറ്റയുടെ സ്റ്റീൽ രംഗത്തുള്ള ടാറ്റയുടെ സംഭാവനകൾ, ടാറ്റ നൽകിയിട്ടുള്ള വലിയ സംഭാവന. ടാറ്റ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതെ, ലോകത്തെവിടെയും നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ടാറ്റ. ആ ഇന്ത്യൻ ബ്രാൻഡായ ടാറ്റയിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങിക്കരുത് എന്നാണ് സുഡാപ്പികളുടെ വാദം. അത് ഇന്ത്യ വിരുദ്ധമാണ്, രാജ്യവിരുദ്ധവുമാണ്. അത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ വളരെ കുട്ടിക്കാലം മുതലേ നമ്മൾ കാണുന്ന ടാറ്റയുടെ KSRTC ബസ്സുകൾ, സാധാരണക്കാർ ഉപയോഗിക്കുന്ന ബസ്, അതോടൊപ്പം തന്നെ ടാറ്റയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും, നമ്മളിപ്പോഴാണ് അദാനിയും അംബാനിയും ഒക്കെ വന്നത്. അന്നത്തെ കാലത്ത് ടാറ്റ എന്ന് പറയുമ്പോൾ ഒരു വലിയ, എത്ര പേർക്ക് തൊഴിൽ, സോപ്പ്, അതെ, തൊഴിൽ കൊടുക്കുന്നു, എത്ര പേർക്ക്, എത്ര പേർക്ക് സംരക്ഷകനാണ്. ഹമാം സോപ്പ്, അതെ, ടാറ്റ 501 ബാർ ഇപ്പോഴും ഉണ്ടെന്ന്. കണ്ണൻ ദേവൻ തേയില, നമ്മുടെ സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ഉപജ്ഞാതാക്കൾ. മാത്രവുമല്ല, എന്താണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ. ടാറ്റ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യങ്ങളിലൊന്നല്ലേ, നമ്മുടെ ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന സാന്നിധ്യങ്ങളിലൊന്നാണ്. തീർച്ചയായിട്ടും. ആ സാന്നിധ്യത്തെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് പോലെയാണ്. എന്നാൽ വേറൊരു കാര്യമുണ്ടല്ലോ, ഈ സുഡാപ്പികൾ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യമോ മുസ്ലിം വ്യക്തിയോ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതെങ്ങനെയാണ് ശരിയാകാത്തത്? ഇപ്പോൾ അദാനിയും അംബാനിയും വരാൻ പാടില്ല, പക്ഷേ യൂസഫ് അലി വരുന്നതോ? യൂസഫ് അലിക്ക് എല്ലാ രാജ്യങ്ങളിലും ബിസിനസ് ഉണ്ട്. അല്ല, യൂസഫ് അലി വരുന്നതോ? അതെ, യൂസഫ് അലി മഹാൻ, അദാനിയും അംബാനിയും രാക്ഷസന്മാർ. എന്തിനായാണ് ഈ പറയുന്നത്? അതെങ്ങനെ ശരിയാവും? ഏതായാലും ഈ സ്റ്റുഡിയോയ്ക്ക് ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ല, ഞാനാണെങ്കിൽ ഒരു കാര്യമുള്ളത്, ഞാൻ ഈ 2 പ്രാവശ്യം ആണ് വസ്ത്രം വാങ്ങിക്കുക. അത് ഖാദിക്ക് റിബേറ്റ് വരും. ഞാൻ ഖാദിയാണ് ഉപയോഗിക്കുന്നത്. ഖാദിക്ക് റിബേറ്റ് വരുമ്പോഴേ ഞാൻ വാങ്ങിക്കുന്നതാണ്. പക്ഷെ ഇപ്പം ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം ആർക്കെങ്കിലും വേണ്ടി വാങ്ങിക്കണം എന്നാണ്. കാരണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് എന്തൊരു, അത് പലരും വിചാരിച്ചോണ്ട് ഇപ്പൊ സ്റ്റുഡിയോയിൽ നല്ല തിരക്കുണ്ട്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിരുന്നു, നല്ല തിരക്കുണ്ട്. സാധാരണ ഇത്രയും തിരക്കില്ലായിരുന്നു, നല്ല തിരക്ക് കാണിക്കുന്നുണ്ട്. അല്ല, അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തീർച്ചയായിട്ടും ഇത് ദൈവത്തിന് മനുഷ്യനെതിരല്ലേ എന്ന്. അതെ, ഇവർ 4-5 പേര് വന്നിട്ട്, അത് ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാർ.
ആരാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ മൗദൂദി പറയുന്നത് കേൾക്കുന്നത്? അതെ. ജനാധിപത്യത്തിലും വിശ്വാസവും ഇല്ല, മനുഷ്യ സ്വാതന്ത്ര്യത്തിലും വിശ്വാസവും ഇല്ല. അവർക്ക് ആകെ വിശ്വാസമുള്ളത് ഇസ്ലാമിക ജിഹാദിലും പിന്നെ ദാറുൽ ഇസ്ലാം എന്ന് വെച്ചാൽ ആഗോള ഇസ്ലാമിക സാമ്രാജ്യം വരാനും ആ ആഗോള ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ നിയമസംഹിതയായി ശരീഅത്ത് നടപ്പാക്കാനും ആ ശരീഅത്ത് നടപ്പാക്കുമ്പോൾ ലോകത്തിൻ്റെ ശൂറയായി, ഷൂറ എന്നാണ് അവർ പറയുന്നത്, ഷൂറ എന്ന് അങ്ങനെയാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത്. ആ ഷൂറയായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നമ്മുടെ അബ്ദുള്ള അടക്കമുള്ളവർ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലിരിക്കുന്നവരാണ് ഇവർ. ഇവർക്ക് എവിടെയാണ് ജനാധിപത്യത്തിൽ വിശ്വാസം? ഇവരൊന്ന് മനുഷ്യനിർമ്മിതമായ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്തവരാണ് ഇവർ. അവരുടെ നിയമം മുഴുവൻ അല്ലാഹു ഉണ്ടാക്കുക. ഡിവൈൻ സോവർണിറ്റി എന്നാണ് അതിനെ പറയുക. ദേ ബിലീവ് ഇൻ ഡിവൈൻ സോവർണിറ്റി ആൻഡ് ദേ ഈക്വലി ബിലീവ് ദാറ്റ് ഹ്യൂമൻ സോവർണിറ്റി ഹാസ് നോ റൈറ്റ് ഓവർ ഡിവൈൻ സോവർണിറ്റി. ഇവിടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ, അതായത് ഈ പഹൽഗാമിൽ 26 പേരുടെ ജീവൻ ഹോമിച്ചപ്പോൾ ഇവർക്കൊന്നും ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. അതെ, മിണ്ടാതിരുന്ന്. 260 ആകാത്തതിൽ ദുഃഖിക്കുന്നവരാണ് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമികളും. 26 പോയല്ലോ, അത് 260 എന്തുകൊണ്ടായില്ല? അടുത്ത പ്രാവശ്യം പരമകാരുണികനായ അല്ലാഹുവെ ഞങ്ങൾക്കത് 260 ആക്കാൻ അവസരം ഉണ്ടാക്കി തരണേ എന്ന് വിശ്വസിക്കുന്ന ജിഹാദികളാണിവർ. അവരാണിപ്പോൾ ടാറ്റയ്ക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ടാറ്റ ഹിന്ദു അല്ല, ടാറ്റ പാർസിയാണ്. പക്ഷേ ഈ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യാവസായിക രംഗം ശക്തിപ്പെടുത്തുന്നതിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സംഭാവന ഒന്നും പറയാനില്ല. ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ രാജ്യത്തെ എന്നല്ല, അവരെവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം ആ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ബംഗ്ലാദേശിലുണ്ടായിരുന്നു, ബംഗ്ലാദേശിൽ നിരോധിക്കപ്പെട്ടിരുന്നു, ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട് അവർ. യൂനസ് വന്നതോടുകൂടി അതൊരു മാരണമാണല്ലോ. ഇതുപോലുള്ള മാരണങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ വരും. അല്ല, അതാണ് ഈ പറഞ്ഞതുപോലെ ഈ സദ്ദാം ഹുസൈന് വേണ്ടി ഇവിടെ പ്രകടനം നടത്തിയ ടീമുകളാണ് ഇപ്പം ഭാരതത്തിനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി പ്രതിഷേധമില്ല, ഒരു പ്രതിഷേധവും ഇല്ല. അതെ, ഒരു പ്രതിഷേധവും ഇല്ല. പക്ഷേ സ്റ്റുഡിയോ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് ഇവരുടെ എന്താണ് ഇസ്ലാമിക് സ്റ്റുഡൻറ് അതല്ലേ ISO, ഈ ഇസ്ലാമിക് ബോയ്ക്കോട്ടിൻ്റെ സ്പെല്ലിംഗ് വരെ തെറ്റായിട്ട് അടിച്ചു വെച്ചിരുന്നു. അല്ല, അത് പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് അക്ഷരാഭ്യാസം വേണം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ജമാഅത്തെ ഇസ്ലാമിക്കാർ വിശ്വസിക്കുന്നൊരു കാര്യം, അവരുടെ അംഗങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവരും ജോലിയുള്ളവരും ആയിരിക്കണമെന്ന് അതിനകത്തൊരു വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഇപ്പം അതൊക്കെ പോയി കാണും. അതുകൊണ്ടായിരിക്കും ബോയ്ക്കോട്ടിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയേക്കണം. അപ്പോൾ ആ സ്പെല്ലിങ്ങൊക്കെ അവരിഞ്ഞ് കറക്റ്റ് ചെയ്തോളും, അത് പോയിക്കോട്ടെ. അതിപ്പോൾ അവർ പക്ഷേ ഇത് ബോയ്ക്കോട്ട് ചെയ്യാൻ പറയാനായിട്ട് ഇവർക്ക് ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് മാത്രമാണ് അവകാശമുള്ളത്. ഈ ഇസ്ലാമിക സാമ്രാജ്യം വന്നു കഴിഞ്ഞാൽ ഇവരിത് പറയുമോ? ഇല്ല. അതിനേക്കാളെല്ലാം ഇവർ വളരെ പെട്ടെന്നല്ല ഇവർ പറയണം. മുഹമ്മദ് അലിയും എന്താണ് ഗൾഫാർ മുഹമ്മദ് അലിയും യൂസഫ് അലിയും അതുപോലെയുള്ള സിദ്ദീഖും ഇങ്ങനെയൊക്കെയുള്ള കുറേ പേരുണ്ടല്ലോ, അവർ മുസ്ലിം വ്യവസായികളൊക്കെ മഹാന്മാർ, അദാനിയും അംബാനിയും മഹാമോശം. ഇത് എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്? അദാനിക്കും അംബാനിക്കും ഒന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. യൂസഫ് അലിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. യൂസഫ് അലി നല്ലൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അങ്ങേരുടെ കാര്യം അംബാനി എത്ര പേർക്ക് ജോലി കൊടുക്കുന്നു, അദാനി എത്ര പേർക്ക് ജോലി കൊടുക്കുന്നു. ടാറ്റ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളുടെ ഒരാളല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഈ ജനാധിപത്യം നൽകുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമികൾ. ഇതിൻ്റെ അകത്ത് വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിനകത്ത് മെമ്പറായിരുന്നു ഈ ജമാഅത്തെ ഇസ്ലാമികൾ. ET മുഹമ്മദ് ബഷീർ, പിന്നെ അബ്ദുൽ സമദ് സമദാനി, പിന്നെ എന്താണ് ഈ വേറെ ഉള്ള മറ്റേ KT ജലീൽ, ഇവരൊക്കെ ഇതിനകത്താണ്. സ്റ്റുഡൻസ് ഇസ്ലാം സിമി എന്ന് പറഞ്ഞ സംഘടനയായിരുന്നു. സിമിയാണ് കേട്ടോ ഇവരുടെ സംഘടന. മറ്റത്
സുന്നികളുടെ സംഘടനയാണ്. ഇവരുടെ സംഘടന സിമിയാണ്. സിമിയാണ്. അതിപ്പോൾ ഇന്ന് നിരോധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് വേറെ ഏതെങ്കിലും സംഘടന ഉണ്ടാക്കി കാണും. അതുവഴിയാണ് ഇവർ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇത് രാജ്യദ്രോഹമാണ്. ഇവരെ രാജ്യദ്രോഹികളായി, ജമാഅത്തെ ഇസ്ലാമികളെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കുകയും വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.